ദേവീ ശരണം അമ്മേ, എപ്പോളാർത്തനാദം ക്ഷിതിയേ ക്ഷിതിയിലുയരുന്നുഗ്രദൗഷ്ട്രഖവൃത്യ ദുഷ്ടൗഖവൃത്യ അപ്പപ്പോളാർത്തിതീർപ്പാനുടയവനണയുന്നംബികാപേക്ഷയാലേ ഇപ്പോൾ അത്യുഗ്രനാകും കലിയുടെ വിളയാട്ടത്തിൽ മുന്നോട്ടു നീങ്ങാൻ തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമമേയേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 33-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ ആത്മസ്വരൂപത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഹിമവാനും മറ്റ് ദേവന്മാർക്കും കേട്ടുകൊണ്ടിരുന്ന ഹിമവാൻ ദേവിയുടെ വിരാട് സ്വരൂപം കാണാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഭാഗം വരെയുള്ള അവലോകനമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് വ്യാസൻ പറയുന്നു, ഇത് തസ്യ വചഃ ശ്രുത്വാ സർവേ ദേവാസ വിഷ്ണവ നനന്തുർമുദിതാത്മാന പൂജയന്തശ്ച തദ്വച. അങ്ങനെ ഹിമവാൻ പറഞ്ഞ സമയത്ത് വിഷ്ണു തുടങ്ങിയ സകല ദേവന്മാരും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു, ഭക്തന്മാരുടെ കാമധേനുവും കാമപ്രരൂപിണിയുമായിട്ടുള്ള ഹേ ശിവേ അംബികെ, ഞങ്ങളുടെ എല്ലാം ആഗ്രഹം മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ആ വിശ്വരൂപം കാണിച്ചു തരണമേ എന്നത് അവർ പ്രാർത്ഥിച്ച സമയത്ത് ദേവി അവരുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. അതായത് തൻ്റെ വിശ്വരൂപത്തിനെ ദേവി ഇതാ അവിടെ പ്രകാശിപ്പിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. മഹാദേവിയുടെ പരാത്പരമായിട്ടുള്ള വിരാട് രൂപം അവർ കണ്ടു. അവർ കണ്ട വിരാട് രൂപത്തിനെയാണ് ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി അവശ്യം സ്തേ മഹാദേവ്യ വിരാട് രൂപം പരാൽപരം ധ്യൗ മസ്തകം ഭവേദ്യസ്യ ചന്ദ്രസൂര്യൗ ചക്ഷുഷി ദിശശ്രോത്രേ വജോ വേദ പ്രാണോ വായു പ്രകീർത്തിത വിശ്വം ഹൃദയമിത്യാഹു പൃഥിവീ ജഗനം സ്മൃതം നഭസ്ഥലം നാഭിതരോ ജ്യോതിചക്രം മുരസ്ഥലം മഹർലോകസ്തു ഗ്രീവാസ്യഹൽ ജനോ ലോകോ മുഖം സ്മൃതം മുതലായിട്ടുള്ള കുറേ ശ്ലോകങ്ങളിൽ കൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശം ദേവിയുടെ ശിരസ്സാണ്. സൂര്യചന്ദ്രന്മാര് കണ്ണുകളായിട്ട് കാണപ്പെട്ടു. ദിക്കുകളൊക്കെ ചെവികളും, വേദങ്ങൾ വാക്കുകളും, വായു പ്രാണനും, വിശ്വം മുഴുവൻ ഹൃദയവും, പൃഥിവി ജഗനവും, നാഭിപ്രദേശവും, ജ്യോതിശ്ചക്രം മാറിടവും, മഹർലോകം കണ്ഠവും, ജനോലോകം മുഖവും, സത്യലോകത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന തപോലോകം നെറ്റിത്തടവും, ഇന്ദ്രാദിദേവന്മാർ കൈകളും, ശബ്ദം ശ്രോത്ര ഇന്ദ്രിയവും, അശ്വിനി ദേവന്മാര് നാസികയും, ഗന്ധം ഘ്രാണാദി ഇന്ദ്രിയവും, അഗ്നി മുഖവും, രാവും പകലും ദേവിയുടെ കണ്ണിലെ ഇമകളും, ബ്രഹ്മസ്ഥാനം മൃഗങ്ങളുടെ വികാസവും, ജലം താലുപ്രദേശവും, രസം ജിഹ്വയും, യമന്മാര് ദംഷ്ട്രങ്ങളും, സ്നേഹകലകള ദന്തങ്ങളും, മായ ദേവിയുടെ ഹാസവും പുഞ്ചിരിയും, കടാക്ഷം സൃഷ്ടിയും, ലജ്ജ മേൽച്ചുണ്ടും, ലോഭവും അധരവും, അധർമ്മം പൃഷ്ഠഭാഗമായിട്ടും, ജഗത് സൃഷ്ടാവായ പ്രജാപതി മേഢ്രമായിട്ടും, സമുദ്രങ്ങൾ കുക്ഷിയും, പർവ്വതങ്ങൾ അസ്ഥികളും, നദികൾ നാഡികളും, വൃക്ഷങ്ങൾ രോമങ്ങളും, കൗമാര യൗവന ജര അവസ്ഥകൾ ദേവിയുടെ നടപ്പും, മേഘങ്ങൾ കേശങ്ങളും, സന്ധ്യകൾ രണ്ടും വസ്ത്രങ്ങളും,
ആയിട്ട് കാണപ്പെട്ടു. ഹേ രാജൻ, ഹേ ജനമേജയ, ചന്ദ്രനാണ് ജഗദംബയുടെ മനസ്സ്, ഹരിയാണ് വിജ്ഞാനശക്തി, രുദ്രനാണ് അന്ധകരണം. അശ്വജാതിയിൽപ്പെട്ട മൃഗങ്ങളെല്ലാം ദേവിയുടെ ശ്രോണീഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അതലം സുതലം തുടങ്ങിയ ലോകങ്ങളെ കടിപ്രദേശത്തിന് താഴെയായി വ്യാപിച്ചു കിടക്കണു. ഇപ്രകാരമുള്ള മഹാരൂപം ഈ ദേവന്മാരും ഹിമവാനും ദർശിച്ചു. അസംഖ്യം ജ്വാലകളാൽ ശോഭിക്കുകയും ജിഹ്വ കൊണ്ട് സർവ്വജഗത്തിനെയും നക്കി രസിക്കുകയും ദംഷ്ട്രങ്ങൾ കൊണ്ട് കടാകടാരവം മുഴക്കുകയും കണ്ണുകൾ തീജ്വാലകൾ കണ്ണുകളിൽ നിന്നും പ്രകാശിക്കുകയും കയ്യിൽ നാനാ ആയുധങ്ങൾ ധരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിരാട് രൂപം, 1000 തലകളും 1000 കണ്ണുകളും 1000 കാലുകളുമുള്ള ഒരു രൂപം, കോടി സൂര്യന്മാർക്ക് തുല്യം, കോടി വിദ്യുത്തുകൾക്ക് തുല്യം പ്രകാശിച്ചിരുന്നു. ഭയങ്കരം, മഹാഘോരം, ഹൃദയത്തിനും കണ്ണുകൾക്കും ഭീതിയും ജനിപ്പിക്കുന്നതായിട്ടുള്ള രൂപം കണ്ടിട്ട് സകല ദേവന്മാരും ഭയപ്പെട്ടു, ഹാഹാകാരം മുഴക്കി. ചിലരൊക്കെ ഭയന്ന് കൊടും മൂർച്ചയിൽ അവിടെ ബോധരഹിതരായിട്ട് വീണു. ഇത് ജഗദംബയാണ് എന്നുള്ള ഓർമ്മ പോലും അവർക്ക് ആ ക്ഷണത്തിലുണ്ടായിരുന്നില്ല. 4 ദിക്കിലും നിന്ന് ദേവങ്ങള് അതിഭയങ്കരമായിട്ടുള്ള മൂർച്ചയിലാണ്ട ദേവന്മാരെ ഉറക്കെ ശബ്ദിച്ച് മൂർച്ചയിൽ നിന്നും ഉണർത്തി. ആ ദേവന്മാരെ ഉത്തമ ശ്രുതികൾ കൊണ്ട്, വേദ മന്ത്രങ്ങൾ കൊണ്ട് കുറച്ച് ധൈര്യത്തോടുകൂടി നിരുദ്ധകണ്ഠരായിക്കൊണ്ട് കണ്ണീരിൽ നിന്നും കുതിർന്നതായിട്ടുള്ള ഗദ്ഗദ അക്ഷരത്തോടു കൂടിയിട്ട് ആ പരാശക്തിയെ സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. പിന്നീട് കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി ആ പരാശക്തിയുടെ സ്തുതിയെയാണ് വർണ്ണിച്ചു കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ അപരാധം ക്ഷമിക്കണം, അവിടുത്തെ സന്താനങ്ങളാണല്ലോ ഞങ്ങളൊക്കെ, കോപം അടക്കണം, ഈ രൂപം കണ്ടിട്ട് ഞങ്ങൾ ഭയപ്പെടണു, അജ്ഞരായിട്ടുള്ള ഈ ഞങ്ങൾക്ക് അവിടുത്തെ എങ്ങനെയാണ് സ്തുതിക്കുക എന്ന് പോലും അറിയില്ല, അവിടുത്തെ പരാക്രമം എത്രയുണ്ട് എന്നറിയില്ല. അപ്പം പിന്നെ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ, ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നറിഞ്ഞാൽ ഹേ ഭുവനേശ്വരിക്ക് അവിടത്തേക്ക് നമസ്കാരം, പ്രണവാത്മിക സ്വരൂപിയായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം, സർവവേദാന്ത സിദ്ധിയായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം, ശൃംഗാരമൂർത്തിയായിരിക്കുന്ന സൂര്യനും ചന്ദ്രനും സകല ഔഷധികളും ആരിലാണോ നിലനിൽക്കുന്നത് സർവാത്മാവായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് അവര് സ്തുതിക്കുന്നത്. സ്തുതിയുടെ അവസാനം ഉപസംഹാര ദേവേശി രൂപമേതത് അലൗകികം, ഈ അലൗകികമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഈ വിരാട് രൂപത്തെ ഉപസംഹരിച്ചാലും സുന്ദരമായിട്ടുള്ള ഇതിനു മുമ്പ് ഏതൊരു രൂപത്തെയാണോ ആനന്ദത്തോടു കൂടി ഞങ്ങൾ കണ്ടിരുന്നത് ആ രൂപത്തെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് കാണിച്ചു തന്നാലും എന്ന് പ്രാർത്ഥിച്ചു. ഭീതരായി ആ ദേവന്മാരെ കണ്ടിട്ട് കൃപാദയാലുവായിട്ടുള്ള ജഗദംബ തൻ്റെ ആ വിരാട് രൂപം, ഘോരരൂപം ഉപസംഹരിപ്പിച്ച് അവർക്ക് സുന്ദര രൂപം തൻ്റെ കാണിച്ചു കൊടുത്തു. പാശാങ്കുശവരാഭീതിയോടും കോമളമായിട്ടുള്ള അവയവങ്ങളോടും കാരുണ്യം വഴിയുന്ന നേത്രങ്ങളോടും മന്ദസ്മിതം തൂകുന്ന മുഖത്തോടും കൂടിയിരിക്കുന്ന സുന്ദരതരമായിട്ടുള്ള ദേവിയുടെ ആ രൂപം കണ്ടെന്ന്